ഹലോ ഗായ്സ്, അപ്പം ഇന്നൊരു വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ ആദ്യം പല്ലിച്ചു, പിന്നെ ചാടിച്ചു. ചായക്ക് എന്തെന്ന് വെച്ചാൽ ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ രണ്ട് പോകുമ്പോൾ ചപ്പാത്തിയും ചിക്കനും രണ്ട് പോകുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടം. എനിക്ക് ഇഷ്ടമാണ് തോന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ നേരെ പോയത് മൊബൈൽ കുറേ ഗെയിം കളിച്ച്. എനിക്ക് ഇഷ്ടമുള്ള ഗെയിം ബച്ചി ബനാനാസ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. എന്താ പറയുക, പറയുന്ന ഗെയിം കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഞാൻ കളിച്ച്. അപ്പോൾ തോൽക്കുന്നത് എനിക്ക് ഞാനാണ് ശരിക്കും ഹൈ സ്കോർ ആക്കിയത്. ഞാനാണ് ശരിക്കും മുമ്പിൽ, പിന്നെ ആരും പറ്റിച്ചിട്ടില്ല. പക്ഷേ വീഡിയോ എടുക്കണമെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താ ചെയ്യുക ഗൈസ്? ഒന്നാം റൗണ്ടിൽ ഞാൻ പൊട്ടി, രണ്ടാം റൗണ്ടിൽ പൊട്ടി, ഇപ്പോൾ മൂന്നാം റൗണ്ടിലാണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വരാൻ നിൽക്കുമ്പോൾ രണ്ടാമത്തെ വേൾഡ് വരാൻ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ പൊട്ടി. എന്ത് ചെയ്യാൻ? അപ്പോൾ ഞാൻ രണ്ട് വർഷത്തിൽ പിന്നെ നിർത്തി. എനിക്ക് അങ്ങനെയാണ് ഗെയിമിൽ രണ്ട് വർഷം പൊട്ടുമ്പോൾ ഞാനപ്പോൾ നിർത്തും. പിന്നെ ഞാൻ നേരെ പോകും ഇൻട്രസ്റ്റ് എടുക്കാൻ. വെറുതെ ഇപ്പോൾ കുത്തിക്കൊണ്ടിരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ഒരു ക്രാഫ്റ്റ് കണ്ടു. നല്ല രസമുള്ള ക്രാഫ്റ്റാണ്. അപ്പോൾ ഞാൻ ആ ക്രാഫ്റ്റിലാണ് വിചാരിച്ചു നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് എടുക്കില്ലേ, അങ്ങനത്തെ ഒരു കവർ അത് ഉണ്ടാക്കുന്നതായിരുന്നു ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സേവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിത് സേവ് ചെയ്തു. പിന്നെ ഞാൻ നേരെ പോയത്, പിന്നെ ഞാൻ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പൂച്ചൻ്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. എൻ്റെ വയസ്സ് നല്ല ക്യൂട്ട് പൂച്ച. വയസ്സ് നല്ല ഇഷ്ടമായി. വയസ്സുള്ള പൂച്ച കാണാൻ ഭംഗിയുണ്ട്. പിന്നെ ഞാൻ എന്താണ് എൻ്റെ എനിമേകളുടെ ഒരു ഫോട്ടോ കാണിച്ചാൽ വിചാരിച്ചു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്യൂട്ട് എനിമേകളുടെ ഫോട്ടോ കണ്ടു. നല്ല രസമുണ്ട് കാണാൻ, നമുക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഫോണിൽ വെച്ചു, കുറച്ചൊക്കെ ഫോൺ വെച്ചു കേട്ടോ. പിന്നെ എന്താണ് ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ യൂട്യൂബ് ഇടാമെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ ഭയങ്കര ഹാങ് ആയിരുന്നു. ക്യാമറ എടുത്താൽ അപ്പം ഹാങ് ആവും. അതായിരുന്നു ഞാൻ യൂട്യൂബിൽ ഒന്നുകൂടായിരുന്നത്. പിന്നെ ഇതാണ് ഞങ്ങൾ ചാമ്പക്ക വരുന്നതുകൊണ്ട് നല്ല ചാമ്പക്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞതാണ്. എല്ലാവരും പറിച്ച് കൊണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പൂച്ചനെ കളിപ്പിച്ചു. അപ്പോൾ നല്ല രസമാണ് പൂച്ചനെ കളിപ്പിക്കാൻ. ഞാൻ തലമൊക്കെ തടവി കൊടുത്തിട്ടോ. ഇതെൻ്റെ കസിനാണ്, അവൻ്റെ പേര് അനു എന്നാട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും, ഞാനും അനുമ്പാടി പൂച്ചനെ കുറച്ച് നേരം കളിപ്പിച്ചു കേട്ടോ. ഈ പൂച്ചൻ്റെ പേര് ചാർലി എന്നാണ്. ഇവിടെ ഞാനൊരു ഷോർട്സിൽ ഇട്ടിരുന്നു. നിങ്ങളത് കണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പാവമാണ് ഈ പൂച്ച, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒരു ഡോൾ ഫേസ് മാതിരി കേട്ടോ, നല്ല രസമുണ്ട് ഗൈസ്. ഞാൻ ഫോൺ അവൻ്റെ മുഖത്ത് വെക്കാൻ നോക്കിയാണ്, പക്ഷേ ഫോൺ വീണു. അപ്പോൾ ഗൈസ് നല്ല രസമുണ്ട്. ഞങ്ങൾ കുറേ തല്ലി കളിച്ചിട്ട് ഗൈസ്. പാവമുണ്ട്, ക്യൂട്ടാണ് ഗൈസ്, ആൾ ക്യൂട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ എനിക്കൊരു ഡയറീൻ്റെ ഉൾഭാഗം കാണിച്ചാലെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം കാലിഗ്രാഫിയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടാവും നമ്മളാണ് പാർക്ക്. പിന്നെ ഒരു സ്ക്രാച്ച് ബുക്കല്ല, സോറി ജേണൽ ബുക്കാണ്. പിന്നെ ഒരു പിഞ്ചാണലാണ്. അതെനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് നല്ല ഇഷ്ടമായ ഒരു പിഞ്ചാണലാണ് എനിക്ക് നല്ല ഇഷ്ടമായത്. മറ്റേത് കുറച്ച് പാപ്പായിരുന്നു. എനിക്ക് ഇത് രണ്ടിലും ഇഷ്ടമായി കമൻറ്റ് ചെയ്യുക. എനിക്ക് പിഞ്ചാണലാണ് ഇഷ്ടമായത്. ഇത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് ആട്ടോ, കുറച്ച് സ്റ്റിക്കേഴ്സ് അല്ല, ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചു. പിന്നെ എൻ്റെ ഡയറിൻ്റെ മുൻഭാഗത്ത് ആനുവൽ എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ അത്രയും പഠിക്കുന്നില്ല കേട്ടോ, അറിയാൻ വേണ്ടി എഴുതി വെച്ചതാണ്. അപ്പോൾ ഇത്ര എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്, ഉണ്ടോ തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതാണ് എൻ്റെ ഡയറിൻ്റെ ഭാഗം. പിന്നെ ഞാൻ ചക്ക തിന്നു. ചക്ക നല്ല ടേസ്റ്റ് ഉണ്ട്. പഴഞ്ചക്ക തിന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഇഷ്ടമായി. എൻ്റെ ഫേവറേറ്റ് ചക്കയാണ് പഴഞ്ചക്ക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പഴഞ്ചക്ക. എനിക്ക് മറ്റേ ചക്കയും കാട്ടി കൂടുതൽ ഇഷ്ടം പഴഞ്ചക്ക ഉണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിങ്ങനെ കടിക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, അരിഞ്ഞ് പോകുന്ന രീതിയിലായിരുന്നു ചക്ക, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഉമ്മാൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് ചക്ക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഈ ചക്ക ഇഷ്ടം ഞാൻ കമൻറ്റ് കേട്ടോ. പിന്നെ ഉച്ചയായപ്പോൾ ഞാൻ ചോറുന്നു. അപ്പോൾ ചോറ് കറി, പിന്നെ ചക്കക്കൂട്ടാൻ, അതിനുള്ള ചമ്മന്തി, മീൻ, പപ്പടം. ഞാൻ എല്ലാം പാടി എടുത്ത് കഴിച്ചു. ഞാൻ പപ്പടത്തിന് പൊട്ടെടുത്തു, അതുമാതിരി ചക്കക്കൂട്ടാന്ന് ഒരു കുത്തിരി എടുത്തു. പിന്നെ ഞാൻ മീനും പൊട്ടെടുത്തിട്ട് ഒക്കെപ്പാട് കുഴച്ച് ഒരു പിടി അങ്ങനെ പിടിച്ച് കഴിച്ചു. എൻ്റെ ടേസ്റ്റ് വെച്ചിട്ട് എല്ലാം പാടി വെച്ച് കുഴക്കുമ്പോൾ അടിപൊളിയായിരുന്നു, സൂപ്പറായി, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഗൈസ് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ ഊഞ്ഞാലാടിട്ടോ. എനിക്ക് സീരിയലാണ് വൈകുന്നേരം, ഞാനപ്പോൾ ഊഞ്ഞാലാടാൻ പോകും. അപ്പോൾ എൻ്റെ കസിനാണ് ഉണ്ടായിരുന്നു, ഊഞ്ഞാലാടാൻ പറഞ്ഞിട്ടോ. പിന്നെ നല്ല രസമായി ഊഞ്ഞാലാണ്. പിന്നെ ഇവൻ്റെ ഓരോ കോപ്രായങ്ങളാണ്, ഓരോ കുത്തിയോളെ കാരണം സൈക്കിളിൽ ഒരാളെ കുത്തി കയറ്റിയിട്ട് ബുള്ളറ്റിൻ്റെ സൗണ്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടൊന്ന് എല്ലാം കുത്തി കയറ്റിയാണ് ഗൈസ്. അല്ലോ ഇവൻ്റെ ബുദ്ധി അങ്ങ് വിമാനം തന്നെ ഗൈസ്. അപ്പോൾ ബുള്ളറ്റിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്, ശരിക്കും ഉണ്ട്. എല്ലാം കുത്തി കയറ്റിയപ്പോൾ ബുള്ളറ്റിൻ്റെ സൗണ്ട് വന്നു. അപ്പോൾ കുട്ടികൾക്കൊരു ബുദ്ധി. അപ്പോൾ ഗൈസ് എന്നിട്ട് പറയാൻ പട്ടി ഷോട്ട് പോയിട്ടോ ഗൈസ്. എന്താ ഷോ ഗൈസ്, ഇങ്ങനെ ഷോർട്ടാണ് ആൾക്കാരുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് കുറച്ച് സൈക്കിൾ കിട്ടി. എനിക്ക് എൻ്റെ സൈക്കിളാണ് തോന്നുന്നു വരുന്നത് ഗൈസ്. എൻ്റെ സൈക്കിൾ ഗൈസ് വിറ്റ് പോയി, എനിക്ക് നല്ല വിഷമം ഗൈസ്. അപ്പോൾ എൻ്റെ സൈക്കിൾ നല്ല സൈക്കിളായിരുന്നു, ചോട്ടൊക്കെ നല്ല സുഖമായിരുന്നു ഗൈസ്. അത് വിറ്റു. എൻ്റെ പൈസ ചിലവാക്കിയെന്ന് എനിക്കറിയില്ല. ഈ സൈക്കിൾ വിറ്റ് പിന്നെ നല്ല സങ്കടമായി. ഈ സൈക്കിൾ ചവിട്ടുമ്പോൾ എൻ്റെ കാല് മുട്ട് കുത്തുകയാണ് ഗൈസ്. ഹാൻഡിൽമേൽ എൻ്റെ കാലിൻ്റെ മുട്ടാണ് കുത്തുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കൊടുക്കാൻ വെക്കില്ല. ചെറിയ സൈക്കിൾ കളിക്കാൻ പറ്റില്ല, വലിയ സൈക്കിൾ കളിക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ സ്റ്റൗണ്ട് പാപ്പ് കളിച്ചു, രണ്ടാം പാടിയും സ്റ്റൗണ്ട് പാപ്പ് എടുക്കുമ്പോൾ നല്ല രസമാണ് സ്റ്റൗണ്ട് പാപ്പ് കളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ വെട്ടി എന്തൊക്കെയോ കുടിക്കുന്നത് ഗൈസ്, എന്തൊക്കെയോ കുറിച്ച് കുറേ കാര്യം കഴിക്കുന്നത് അവിടെ. അങ്ങനെ സ്റ്റൗണ്ട് പാപ്പ് കളിച്ചു. ഇതിൽ ജയിച്ചത് അനുവായിരുന്നു, ജയിച്ചത് ഞാൻ പറ്റി ഗൈസ്. ഇങ്ങനെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റൗണ്ട് പാപ്പ് കളിക്കാൻ ഇഷ്ടമാണോ? കസിൻസിൻ്റെ കൂടെ എനിക്ക് നല്ല ഇഷ്ടമാണ്. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കളിക്കാലോ, നല്ല രസമുണ്ടായിരുന്നു സ്റ്റൗണ്ട് പാപ്പ്. അതിൽ അനുവായിരുന്നു ജയിച്ചത്. അപ്പോൾ എനിക്ക് 3 അങ്ങനെ 5 ആയിരുന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു. ഞാൻ ചായക്ക് ജിലേബി ആയിരുന്നു ഞാൻ തിന്നുകൊണ്ടിരുന്നത്, നല്ല രസമായ ജിലേബി. ഇപ്പോൾ കുറച്ചുള്ളതാണ് കേട്ടോ. പിന്നെ നല്ല കട്ടൻ ചായ ഉണ്ടായിരുന്നു, അത് ഞാൻ കുടിച്ചു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കട്ടൻ ചായ. പുറത്തൊക്കെ നോക്കി കട്ടൻ ചായ കുടിക്കുമ്പോൾ നല്ല രസമാണ്, പ്രകൃതി ആസ്വദിച്ച് കട്ടൻ ചായ കുടിക്കാൻ നല്ല രസമാണ്. അപ്പോൾ അപ്പോൾ ഞാൻ പുറത്തൊക്കെ നോക്കി. ഇത്രയുള്ള എൻ്റെ വ്ളോഗ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയുള്ള എൻ്റെ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. ടാറ്റാ, ബൈ ബൈ, സി യു. അപ്പോൾ ടാറ്റാ.